നിരാലംബരായിട്ടുള്ള മനുഷ്യരോട് കാട്ടുന്ന കരുതലാണ്. ഈ ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലെ മനുഷ്യത്വത്തെയും തുറന്നു കാട്ടപ്പെടുന്നത്. ഈ റമദാൻ മാസത്തിൽ MA യൂസുഫ് അലി എന്ന വ്യക്തിക്കുള്ളിലെ മനുഷ്യത്വം ആ നിലയ്ക്ക് വീണ്ടും തുറന്നു കാട്ടപ്പെടുകയാണ്. പത്തനാപുരത്തെ ഗാന്ധി ഭവനിലെ നിരാലംബരായ അമ്മ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, അവരെ ഈ പുണ്യമാസത്തിലും ചേർത്ത് നിർത്താൻ യൂസുഫ് അലി മറന്നില്ല. യൂസുഫ് അലി സാറിനെ കണ്ടിട്ടില്ല, കേട്ടതേ മാത്രമേ ഉള്ളൂ. എന്നും നന്മ വരട്ടെ, അതാണ് വരാനുള്ളത്. ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതായത് ഒരു മനുഷ്യ സ്നേഹം എന്നുള്ളതിനെ കൊടുത്തു നിറയ്ക്കാൻ പറ്റാത്തതാണെന്ന് പറയും. പക്ഷെ അതല്ല, ഇവിടെ എത്ര കൊടുത്താലും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയുന്നില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല മോനെ, ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആ മനുഷ്യനെ എന്നും എൻ്റെ ആയുസ്സും കൂടി ഞാൻ നേർന്നിട്ടേക്കാം യൂസഫ് അലി സാറിനെ. ഒരാൾ എന്തും ചെയ്യുമ്പോഴത്തേക്ക് അത് ഏറ്റു ചെയ്യാനൊരു കഴിവുള്ള ആൾ വേണ്ടേ? അങ്ങനെ സോമരാജ സാറും ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജന്മമാണ്. അത് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും രണ്ടുപേരും ഉണ്ടാവും. വ്യക്തി എത്ര വലിയ സമ്പന്നനായാലും അയാൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതാണ് അവരെ ഈ സമൂഹത്തിൽ വേറിട്ട് നിർത്തുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നേരത്തെ നിരാലംബരായ അമ്മമാരെ പാർപ്പിക്കാൻ വേണ്ടി 15 കോടി മുടക്കി ഒരു ഭവന സമുച്ചയം നിർമ്മിച്ചു കൊടുത്തതിനോടൊപ്പം തന്നെ അവരുടെ ക്ഷേമത്തിനും മരുന്നിനും വസ്ത്രങ്ങൾക്കും ഭക്ഷണത്തിനും വർഷം തോറും മുടക്കം വരാതിരിക്കാൻ 1 കോടി രൂപ നൽകുമെന്ന് അന്ന് അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൽ യൂസുഫ് അലി പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷവും പറഞ്ഞ വാക്ക് തെറ്റിച്ചില്ല. റമദാൻ പുണ്യമാസത്തിൻ്റെ നോമ്പ് കാലത്ത് ആദ്യം ആ കാര്യം നിറവേറ്റിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ സൽപ്രവൃത്തിക്ക് ഇത്തവണയും തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ദിവസം യൂസുഫ് അലിയുടെ നിർദ്ദേശാനുസരണം ഗാന്ധി ഭവനിലെത്തിയ ലുലു ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ ഗാന്ധി ഭവന് വേണ്ടിയുള്ള ഈ വർഷത്തെ 1 കോടി രൂപയുടെ സഹായം സെക്രട്ടറി പുനലൂർ സോമരാജൻ്റെ കയ്യിൽ നേരിട്ട് നൽകുകയായിരുന്നു. വെറുതെ നൽകുക മാത്രമല്ല ചെയ്തത്. കഴിഞ്ഞ 1 വർഷം ഗാന്ധി ഭവനിലെ അമ്മമാർക്ക് വേണ്ടിയുള്ള അഗതി മന്ദിരം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം അവിടെയുള്ള അമ്മമാരുടെ ക്ഷേമങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അവർ സംതൃപ്തരാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആ പണം ഇത്തവണയും കൈമാറിയത്. ഇതൊരു വലിയ ബിൽഡിങ് കെട്ടി ഞങ്ങൾ സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് അതിനകത്ത് നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നുണ്ടോ എന്നുകൂടെ അന്വേഷിക്കുക എന്നുള്ളത് അതെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ വർഷവും ഹാരിസ് ഭായിയും സ്വരാജും ഞങ്ങളെല്ലാവരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിക്കും. അപ്പോൾ അത് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റംദാൻ പുണ്യമാസത്തിൽ നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങൾക്ക് നോമ്പെടുക്കുന്ന അമ്മമാർക്ക് നോമ്പിൻ്റെ സൗകര്യങ്ങളുണ്ടോ, ഭക്ഷണം കൃത്യമായി കിട്ടുന്നുണ്ടോ, നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത്. അത് നന്നായിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അമ്മമാരെയൊക്കെ സെപ്പറേറ്റ് ചോദിച്ചു. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ സാറിൻ്റെ ഒരു സംഭാവന, അല്ലെങ്കിൽ സാർ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ്, അത് ഈ വർഷവും സാറ് നിങ്ങളുടെ നോമ്പ് തുറയ്ക്കും അതിന് ശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് 1 കോടി രൂപ സോമരാജൻ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹാരിസ് സാറ് അദ്ദേഹത്തിന് കൈമാറും. യൂസുഫ് അലി സാർ ഒരുപാട് പേർക്ക് ചെയ്യുന്നുണ്ട്, എങ്കിലും നമുക്കൊരു പ്രത്യേക കരുതലുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ യൂസുഫ് അലി സാറ് അമ്മമാരെ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛന്മാരെല്ലാവരും കൂടി ഒരു അപേക്ഷ പറഞ്ഞു, അല്ലേ, ഞങ്ങൾക്കും ഒരു ബിൽഡിങ് വേണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇതേ സൗകര്യങ്ങളുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ അന്തിമഘട്ടത്തിലാണത്. അപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും റമദാൻ ആശംസകൾ. റമദാൻ കരീം. നമുക്കറിയാം, ലോകമെങ്ങുമുള്ള എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസുഫ് അലി സാറ് ഈ റംസാൻ തുടങ്ങുന്ന അന്ന് തന്നെ നിങ്ങളെ ഏൽപ്പിക്കാനായി ഞങ്ങളെ ഏൽപ്പിച്ച പൈസയാണിത്. അന്ന് മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു. ഇനി ഈ ഒരു വർഷം ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഈ പുണ്യമാസക്കാലത്തെ ഭക്ഷണവും ഒപ്പം ഇനി അങ്ങോട്ടുള്ള ചികിത്സയും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെയുള്ള 1 കോടി രൂപയാണ് ഇന്നിവിടെ കൈമാറിയത്. അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ സന്തോഷം, സ്നേഹം. ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുന്ന ഏതൊരു മനുഷ്യനെയും അടയാളപ്പെടുത്തുന്നത് അയാളുടെ പ്രവൃത്തിയായിരിക്കും.
അതിനെക്കുറിച്ച് മാത്രമായിരിക്കും വരും തലമുറ സംസാരിക്കാറുമുണ്ടാകുക. ആ നിലയ്ക്ക് നോക്കുമ്പോൾ MA യൂസുഫ് അലി എന്ന പേര് ഈ ഭൂമിയിൽ പല തലമുറകൾ ഇനിയും സംസാരിക്കും. കാര്യം അദ്ദേഹം ചെയ്തിരിക്കുന്ന സൽപ്രവൃത്തികളാണ് അതിന് കാരണം. ഗാന്ധി ഭവൻ എന്ന അമ്മമാർക്ക് വേണ്ടിയുള്ള അഗതി മന്ദിരത്തോടൊപ്പം തന്നെ ഈ നാട്ടിലെ നിരാലംബരായിട്ടുള്ള അച്ഛന്മാരുടെ പരിഭവം കൂടി കേട്ടറിഞ്ഞ അദ്ദേഹം അവർക്ക് വേണ്ടിയും ഇവിടെ ഒരു ബഹുനില മന്ദിരം പടുത്തുയർത്തുന്നുണ്ട്. ഇപ്പോഴത്തെ അമ്മമാർക്ക് വേണ്ടിയുള്ള മന്ദിരത്തിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും കുറച്ചുകൂടി വിശാലവുമായിട്ടുള്ള കെട്ടിടം, അതിൻ്റെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. നമ്മുടെ സമൂഹത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്നവർ, ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവർ, അവർ ഈ സമൂഹത്തിൽ അനാഥരല്ല സനാഥരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു നന്മ പ്രവർത്തനം അദ്ദേഹം ഗാന്ധി ഭവനുമായി ചേർന്ന് നടപ്പാക്കിയത്. അതിൻ്റെ പ്രവർത്തനം വർഷാവർഷം അവലോകനം ചെയ്യുകയും അതിനകത്ത് കഴിയുന്ന അമ്മമാരെ സ്വന്തം അമ്മമാരെ പോലെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാത്തരം സഹായങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ആ വിശാല മനസ്കത, അത് ഈ ഭൂമിയിലെ സമ്പത്തുള്ള എല്ലാത്തരം മനുഷ്യരിലുമുള്ള ഒരു ഗുണമല്ല. അവിടെയാണ് യൂസുഫ് അലി വേറിട്ട് നിൽക്കുന്നത്. അതിനെ സംബന്ധിച്ച് പുനലൂർ സോമരാജൻ തന്നെ പറയുന്ന വാക്കുകൾ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. എല്ലാവരും ഇവിടെയും പ്രാർത്ഥനയിൽ സാറാണ് പ്രാർത്ഥിക്കുന്ന. യൂസുഫ് അലി സാറിന് വേണ്ടിയിട്ടാണ് സാറ് ചെയ്യുന്ന ആ പുണ്യം. നമുക്ക് ഇത്രയും മനോഹരമായൊരു കെട്ടിടം പണിത് സാറ് നേരിട്ട് പണിയിച്ചു വന്നു. എന്നിട്ട് സാറ് വന്ന് നോക്കി ഇവിടെ എല്ലാം കറക്റ്റാണോ നോക്കിയതിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം നാണ്ട് അച്ഛന്മാർക്കുള്ള കെട്ടിടവും അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നത് ഈ പെരുന്നാൾ കാലത്ത് നമുക്കൊരു ആഘോഷം മാത്രമല്ല, നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാ വർഷവും സാറിൻ്റെ ഗ്രാൻഡ് ഉണ്ട്. ആ ഗ്രാൻഡുമായിട്ടാണ് ഈ പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ദൈവം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ്. അത് ദൈവത്തിൻ്റെ ഒരു ദാസനായി നിന്നുകൊണ്ട് ചെയ്യുന്നു. ആ സാറിൻ്റെ കൂടെ നിന്ന് സാറിൻ്റെ ദാസന്മാരായിട്ട് നിൽക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ. നമ്മളെയും ഇവർ നല്ലപോലെ കരുതുന്നു. സാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, സാറിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, സാറിൻ്റെ ടീമിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, സാറിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും. കാരണം നമ്മളെ ലോകത്ത് മലയാളിക്കുള്ള ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്ന MA യൂസുഫ് അലി എന്ന വിശ്വപൗരൻ. കഴിഞ്ഞ ദിവസവും ഹരി സാറും നമ്മുടെ എഞ്ചിനീയർ ബാബു സാറും ഇവിടെ വന്നിട്ട് നമ്മുടെ കെട്ടിടങ്ങളുടെ പണി വിലയിരുത്തി എത്രയും വേഗം അത് പൂർത്തിയാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബിസിനസ്സിലൂടെ വന്നു ചേരുന്ന സമ്പത്ത് അതിൽ ഭ്രമിക്കാതെ സമൂഹത്തിൽ ജീവിക്കുന്ന ആശയറ്റവർക്കും പ്രതീക്ഷയറ്റവർക്കുമെല്ലാം വീണ്ടും ജീവിതങ്ങൾ സ്വപ്നം കാണാനും സമാധാനമായി അന്തി ഉറങ്ങാനും ആരോരുമില്ല എന്ന ചിന്ത നഷ്ടപ്പെടുത്തി അവരുടെ ജീവിതം കൂടുതൽ നിറം പിടിപ്പിക്കാനും ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അത് ഈ സമൂഹത്തിന് എന്നും ഒരു മാതൃക തന്നെയാണ്. മുടങ്ങാതെ ആ ഉദ്യമം നിറവേറ്റിക്കൊണ്ടുപോകുന്ന ആ പ്രവൃത്തി ഉണ്ടല്ലോ, എത്ര ശ്ലാഘിച്ചാലും മതിയാകത്തില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യൂസുഫ് അലി സാറ് അമ്മമാരുടെ മന്ദിരം പണി പൂർത്തിയാക്കി അതിൽ താമസമാക്കി എല്ലാവരെയും ആക്കാൻ വന്നതിൻ്റെ അന്ന് അച്ഛന്മാരിങ്ങനെ ഒരാവശ്യം സോമരാജൻ സാറ് നിർബന്ധപൂർവ്വം പറയുകയും എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞു അച്ഛന്മാർക്ക് താമസിക്കുന്നതിന് ഇതുപോലൊരു ബഹുനില മന്ദിരം നമുക്ക് ഉടനെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും അന്ന് അതിന് ഇതിലെല്ലാവരും കൂടെ ഇൻവോൾവ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇത് പണി തീർക്കണമെന്ന് പറഞ്ഞു. സാറ് അതിൻ്റെ സ്ഥലവും കാര്യങ്ങളും എല്ലാം തന്നു. പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ബഹുമാന്യനായ പ്രോജക്റ്റ് ഡയറക്ടറുണ്ട് ബാബു സാർ, അദ്ദേഹം വളരെ സ്പീഡായിട്ട് ഡ്രോയിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾക്കൊരു 6-7 മാസം കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഇത് അച്ഛന്മാർക്ക് താമസിക്കാമെന്നുള്ള ഒരു മനോഹരമായ ഒരു താമസ സൗകര്യമാക്കി മാറ്റാൻ പറ്റും. എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ അവർ സന്തോഷമായിട്ടിരിക്കാൻ പറ്റാവുന്നത്, അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് മാക്സിമം ചെയ്യുന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എല്ലാവരോടും ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. റമദാൻ്റെ നോമ്പുതുറക്കാലത്ത് എങ്ങനെയാണ് മനുഷ്യൻ നന്മയുള്ള പ്രവർത്തനങ്ങളിലൂടെ സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് നോക്കിയാൽ ഇതൊക്കെ തന്നെയാണ് അതിന് ഉത്തരമെന്ന് നിസ്സംശയം പറയാം. MA യൂസുഫ് അലിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി EA ഹാരിസ് ആണ് തുക കൈമാറിയത്. ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.